ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു കുട്ടി വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പം നല്ല ഒരു മഴയുള്ള ദിവസമായിരുന്നു. വൈകിട്ടൊന്ന് ഫ്രഷായി വിളക്കൊക്കെ കത്തിച്ചു. ഇനി അത് വിളക്കണയ്ക്കുന്ന കാര്യം പാറും വെച്ചുകൊണ്ട് നോക്കിക്കോളും. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടു. ഇതേ മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. എന്തായാലും നല്ല മഴയാണെന്ന് തോന്നുന്നു രാത്രിയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പവും ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഉച്ചയ്ക്ക് പുറത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അപ്പോൾ തന്നെ വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഞാൻ ഒരു പൊട്ടറ്റോയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചേ ഉള്ളൂ, കാരണം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല, ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു ഒരു 4-5 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ എപ്പോഴേലും ഇനി ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്തൊക്കെ ചെയ്യാം. ഇനി നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുറത്ത് മഴ കൂടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഒരു മഴ സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു പിങ്ക് കളറിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ പാറും ലച്ചുമൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഇനി വേണമെന്നുണ്ട് ഒരല്പം വെള്ളം തളിച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളമാവരുത്, ഒരല്പം. തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം ചൂടാനുള്ള ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. ചിക്കനും നമ്മുടെ ഓൾമോസ്റ്റ് ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണാൻ തോന്നുന്നു മറ്റൊരു അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതവിടെ നിങ്ങൾക്ക് കാണാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് വെള്ളം. നമുക്ക് ഒത്തിരി അങ്ങ് ഗ്രേവി ആയിട്ടല്ല ഞാൻ എടുക്കുന്നത്, ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ കെറ്റിലുണ്ടെങ്കിൽ കെറ്റിൽ അല്പം വെള്ളം ചൂടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ചെറിയ ചൂടുവെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരല്പം വെള്ളം ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വേവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വിളമ്പാവുന്നതാണ്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-5 പീസ് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ അപ്പവും ചിക്കനും നല്ല സിമ്പിൾ ടേസ്റ്റി കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് രാത്രി മിക്കവാറും അപ്പം ദോശമാവൊക്കെ ഉണ്ട്, അങ്ങനെ ആയിരിക്കും. എന്നും ചിക്കൻ കറി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കടലക്കറിയോ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും, അല്ലെ സാമ്പാറാണെങ്കിലൊക്കെ ഞാൻ എടുത്തു വെക്കും. പിന്നെ ചില ദിവസം കഞ്ഞിയും വേറുമായിരിക്കും, പിന്നെ ചില ദിവസം സ്വിഗ്ഗി ചെയ്യും. സത്യം പറയാമല്ലോ, ഇത് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചു. രാത്രിയിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കണ്ടല്ലോ, ഒന്നാമത് മഴയും ഒക്കെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും ഉള്ളതാണ്, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ തരും. പക്ഷേ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. നമ്മൾ ഈ പണിയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോന്ന് തൂത്തി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും എണ്ണ തെറിച്ചൊക്കെ വീഴും, ഭിത്തിക്കും സ്റ്റൗവിലും ഒക്കെ വീഴും. അപ്പോൾ അതും അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാം ജോലികളും ഒരുവിധം ഒതുങ്ങി, ക്ലീനിങ്ങും ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. സോ താങ്ക് യു.